നെക്സ്റ്റ് നമുക്ക് എങ്ങനെയാണ് ഈ റിലേറ്റീവ് എക്സ്ട്രീം കണ്ടുപിടിക്കാൻ കഴിയുന്നത് നോക്കുക. അതിന് ഒരു എക്സാമ്പിൾ ശ്രദ്ധിച്ചാൽ, കൺസിഡർ ദിസ് ഫിഗർ z is equal to x square plus y square. z is equal to x square plus y square ഗ്രാഫ് ശ്രദ്ധിക്കുക, സർഫസ് ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ നമുക്കൊരു ക്രിട്ടിക്കൽ പോയിന്റ് കാണാം. എവിടെയാണ് ആ ക്രിട്ടിക്കൽ പോയിന്റ്? ഇവിടെ അറ്റ് 0, 0 ഒരു ക്രിട്ടിക്കൽ പോയിന്റ് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇത് പരാബോളോയിഡ് ആണ്. പാർഷ്യൽ ഡെറിവേറ്റീവ് അറ്റ് ദ ഒറിജിൻ 0 ആണ്. z is equal to x square plus y square corresponding partial derivative with respect to x ശ്രദ്ധിച്ചാൽ that is 2x. That is fx of xy is equal to 2x. fx at 0, 0 is x 0 ആയതുകൊണ്ട് 0. ഓക്കെ, അതുപോലെ തന്നെ fy, that is a partial derivative with respect to y എടുത്താൽ it is 2y. at 0, 0 ൽ y 0 ആവും, then it is 0. അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ് 0, 0 ക്രിട്ടിക്കൽ പോയിന്റ് ആണ് മനസ്സിലാക്കാം, that is origin. ഓക്കെ, അതുപോലെ ഇവിടെ ട്രേസ് വരച്ചാൽ നമുക്ക് മനസ്സിലാവും ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ട്രേസസ്, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ടാൻജൻസ് ആ ട്രേസസിന് വരുന്നത് കൃത്യമായിട്ട് നമുക്ക് വരയ്ക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ട്രേസസ് എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിന് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ക്രിട്ടിക്കൽ പോയിന്റ് മനസ്സിലാവും. അതിലുപരി ഇവിടെ നമുക്കിപ്പോൾ ഫിഗറിൽ കാണാൻ കഴിയുന്നത് അറ്റ് 0, 0 ഇവിടെ കിട്ടുന്നത് റിലേറ്റീവ് മിനിമം ആണ്. റിലേറ്റീവ് മിനിമത്തിലുപരി അത് അബ്സല്യൂട്ട് മിനിമം ആണെന്നും മനസ്സിലാക്കും. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു ഫിഗർ ശ്രദ്ധിച്ചാൽ z is equal to 1 minus x square minus y square ഫിഗറാണ്. ഇവിടെയും അറ്റ് 0, 0 നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ് കാണാം. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ക്രിട്ടിക്കൽ പോയിന്റ് അവിടെ 0, 0 മാക്സിമം ആണ് തരുന്നത്. ലോക്കൽ മാക്സിമം മാത്രമല്ല ഗ്ലോബൽ മാക്സിമം ആണ് എന്ന് മനസ്സിലാവും. ഇതാണ് ഈ പീക്ക് കാണുന്നത്. ഈ ക്രിട്ടിക്കൽ പോയിന്റ് മനസ്സിലാക്കാൻ നമ്മൾ നേരത്തെ ആലോചിച്ച പോലെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇവിടെ എടുത്താൽ എന്ത് കിട്ടും? 1 0 ആവും, മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 2x ആവും, മൈനസ് വൈ സ്ക്വയർ 0 ആവും, ദറ്റ് ഈസ് മൈനസ് 2x. അറ്റ് 0, 0 അത് 0 ആണ്, എക്സ് 0 ആണ്. ഓക്കെ, പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y ദറ്റ് ഈസ് 0 മൈനസ് 0 മൈനസ് 2y. അപ്പോൾ അറ്റ് 0, 0 അത് 0 ആവും. അപ്പോൾ അറ്റ് 0, 0 ഇവിടെ നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ് 0 എന്ന് കിട്ടുന്നു, പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. അതുകൊണ്ട് തന്നെ ക്രിട്ടിക്കൽ പോയിന്റ് ആണ് നമുക്ക് കാണാൻ കഴിയുന്ന. അതൊരു ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ലോക്കൽ മാക്സിമം ആണ്, ഗ്ലോബൽ മാക്സിമം വന്നിട്ടുണ്ട് അവിടെ. ഓക്കെ, നേരത്തെ ഫിഗറിൽ നമ്മൾ കണ്ടത് ലോക്കൽ മിനിമം ആണെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്നത് ലോക്കൽ മാക്സിമം ആണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ക്രിട്ടിക്കൽ പോയിന്റ് ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം തിരിച്ചറിയുന്നതിനുള്ള ടെസ്റ്റുകൾ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ശ്രദ്ധിച്ചാൽ ഇവിടെ നമുക്ക് ആദ്യമേ ലോക്കൽ മാക്സിമം മിനിമം നോക്കിയാൽ 0, 0 ഇവിടെ ഒരു ലോക്കൽ മിനിമം ഗ്ലോബൽ മിനിമം തന്നെ വരും. ഉണ്ട്, ലോക്കൽ മിനിമം ഉണ്ട്, അത് ഗ്ലോബൽ മിനിമം ആണ്. പക്ഷേ ഇവിടെ ട്രേസസ് വരയ്ക്കാൻ ശ്രദ്ധിച്ചാൽ ട്രേസസ് കോണായി പോകുന്നതായിട്ട് കാണാം. അതുകൊണ്ട് തന്നെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഒരു 0, 0 എക്സിസ്റ്റ് ചെയ്യത്തില്ല. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും 1/2 റൂട്ട് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ, മേളിൽ 2x വരും, താഴെ 0, 0 വരുന്നതുകൊണ്ട് തന്നെ അത് ഡിറ്റർമിൻ ചെയ്യാൻ കഴിയത്തില്ല. പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യത്തില്ല എന്നെങ്കിൽ പോലും ഇവിടെ റിലേറ്റീവ് മിനിമം ഉണ്ട്, അത് ഗ്ലോബൽ മിനിമവും കൂടെയാണ് എന്ന് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയ ടെസ്റ്റ് ഏതാണ്? ലോക്കൽ മാക്സിമം ആണോ ലോക്കൽ മിനിമം ആണോ അവരുടെ ക്രിട്ടിക്കൽ പോയിന്റ് മനസ്സിലാക്കാൻ നമ്മൾ സിംഗിൾ വേരിയബിൾ ചെയ്തതുപോലെ ഇവിടെ സെക്കൻഡ് പാർഷ്യൽ ടെസ്റ്റ് തിയറം അത് നോക്കാം. The second partial test എന്നാണ് അതറിയപ്പെടുന്നത്. Let f be a function of two variables, the continuous second partial derivatives, the continuous second order partial derivatives in some disk centered at a critical point x0, y0. നേരത്തെ പറഞ്ഞിട്ടുണ്ട് റിലേറ്റീവ് മാക്സിമം മിനിമവും മനസ്സിലാക്കുന്നത് അറ്റ് പോയിന്റ് x0, y0 ഉണ്ടെന്നുമ്പോൾ അതിന്റെ നൈബർഹുഡിൽ ബാക്കിയുള്ള പോയിന്റ്സിൽ ഫംഗ്ഷൻ വാല്യൂ അവിടെ മാക്സിമം ആയാൽ ദാറ്റ് ഈസ് റിലേറ്റീവ് മാക്സിമം, മിനിമം ആണ് റിലേറ്റീവ് മിനിമം. അപ്പോൾ അവിടെ ഒരു ഡിസ്ക് ഉണ്ടാകുകയാണ് സെന്റർഡ് അറ്റ് ദ ക്രിട്ടിക്കൽ പോയിന്റ് x0, y0. അപ്പോൾ ആ ഡിസ്ക് വെച്ചുകൊണ്ട് നമുക്ക് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഇവിടെ മനസ്സിലാക്കി അവിടെ ആ ക്രിട്ടിക്കൽ പോയിന്റിൽ കിട്ടുന്നത് ലോക്കൽ മാക്സിമം ആണോ മിനിമം ആണോ എന്ന് മനസ്സിലാക്കാം. ഓക്കെ, തുടരുക. ലെറ്റ് d is equal to fxx at x0, y0 fy സെക്കൻഡ് ഡെറിവേറ്റീവ്സ് ആണ്, അതായത് ഡോ സ്ക്വയർ f by ഡോ എക്സ് സ്ക്വയർ x0, y0 fyy x0, y0
minus fxy square at x naught y naught. Okay, fxy square എന്ന് പറയുമ്പോൾ with respect to x ചെയ്തതിനു ശേഷം with respect to y ചെയ്യുക എന്നാണ്. കണ്ടിന്യൂസ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉള്ളതാണെങ്കിൽ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ fxy is equal to fyx. ഇത് ഈ d ഫൈൻഡ് ചെയ്യുക ആദ്യം. ഈ d യെ വെച്ചുകൊണ്ട് നമുക്ക് അവിടെ കിട്ടിയിരിക്കുന്നത് മാക്സിമം ആണോ മിനിമം ആണോ സാഡിൽ പോയിന്റ് ആണോ എന്നൊക്കെ. വാട്ട് ഈസ് d? സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. ഇതൊരു 3 സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഇവിടെ ഉണ്ട്. fxx, fyy, fxy. അതിന്റെ സ്ക്വയർ എടുക്കണം. This fxy x naught y naught the whole square ആണ്. fxx means dou square f by dou x square, fyy is dou square f by dou y square, and fxy is if d greater than 0 and this fxx x naught y naught is greater than 0, then f has a relative maximum, then f has a relative minimum at x naught y naught. Okay, d greater than 0 and fxx x naught y naught greater than 0, then f has a relative minimum at x naught y naught. B, if d greater than 0 and fxx x naught y naught വ്യത്യാസം, that is less than 0, then f has a relative maximum at ordered where x naught y naught. And C, if d less than 0, then f has a saddle point at ordered where അവിടെ ഇപ്പം മാക്സിമം മിനിമം ഇല്ല. ഫാസ് എ സാഡിൽ പോയിന്റ് അറ്റ് ഓർഡേഡ് വേർ എക്സ് നോട്ട് പോയിന്റ് ഡി ലെസ് ദാൻ 0 സാഡിൽ പോയിന്റ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ലാസ്റ്റ് ഡി ഈ ഒരു കേസിൽ ഉണ്ടാകാൻ ഡിക്ക് ഡി 0 ആകാം. ദെൻ ഒരു കൺക്ലൂഷൻ നമുക്ക് പറയാൻ പറ്റില്ല. നോ കൺക്ലൂഷൻ ക്യാൻ ബി ഡ്രോൺ. ക്രിട്ടിക്കൽ പോയിന്റിലെ റിലേറ്റീവ് മാക്സിമം മിനിമം തിരിച്ചറിയാനുള്ള മാർഗം ഇത് ഓർത്ത് വെക്കുക. ദെൻ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഫസ്റ്റ് പ്രോബ്ലം, ലൊക്കേറ്റ് ഓൾ റിലേറ്റീവ് എക്സ്ട്രീമ ആൻഡ് സാഡിൽ പോയിന്റ്സ് ഓഫ് ഫംഗ്ഷൻ f of xy is equal to 3x square minus 2xy plus y square minus 8y. ഇതിന്റെ റിലേറ്റീവ് എക്സ്ട്രീമ ആൻഡ് സാഡിൽ പോയിന്റ്. അതിന് നമുക്ക് ആലോചിക്കേണ്ടത് എങ്ങനെ ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടെത്താം. ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടെത്താൻ നമുക്കറിയാം പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വിത്ത് റെസ്പെക്ട് ടു വൈ, അത് രണ്ടും 0 കിട്ടുന്നത് ഏത് പോയിന്റിലാണോ അത് ക്രിട്ടിക്കൽ പോയിന്റ്. സൊല്യൂഷനിലേക്ക് പോകുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് partial derivative with respect to x and y. First partial derivative with respect to x, then 3x square derivative 3 into 2x minus 2y constant 2y into 1 x derivative 1 plus y square 0 minus 8y 0. That is, it is 6x minus 2y. Then partial derivative with respect to y, 3x square, that is 0, minus 2x constant, y derivative 1, plus y square derivative 2y minus 8. Simplify, that is minus 2x plus 2y minus 8. Okay. Then for finding the critical points, for the critical points വരുമ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്, ആ ട്രേസസിൽ ഹൊറിസോണ്ടൽ ടാൻജൻസ് വെർട്ടിക്കൽ ടാൻജൻസ് കിട്ടും. ഓക്കെ, വെർട്ടിക്കൽ ട്രേസസിന് വെർട്ടിക്കൽ ആദ്യം മേലോട്ട് ടാൻജൻറ്റ് കിട്ടുന്നു, ഹൊറിസോണ്ടൽ ടാൻജൻറ്റ് കിട്ടും. ദെൻ ദാറ്റ് ഈസ് 0.
ആക്സിന് പാരലായിട്ടാണ് അത് പോകുന്നത്. So the critical points fx at xy is 0 and fy at the point xy is equal to 0. സോൾവ് ചെയ്യുക. എക്സും വൈ എന്ത് കിട്ടും? അപ്പം എഫ് എക്സ് അറ്റ് എക്സ് വൈ എന്ന് പറയുന്നത് 6x മൈനസ് 2y 0 1. എഫ് വൈ അറ്റ് എക്സ് വൈ എന്ന് പറയുന്നത് മൈനസ് 2x പ്ലസ് 2y മൈനസ് 8 ഈക്വൽ ടു 0. സിംപ്ലിഫൈ ചെയ്യാം. 6x മൈനസ് 2y is equal to 0 എന്ന് പറഞ്ഞാൽ is 3x equal to y. 3x minus y is equal to 0. And അടുത്തത് നമുക്ക് ചെയ്യുന്നതുപോലെ മൈനസ് എക്സ് പ്ലസ് വൈ മൈനസ് 4 is equal to 0. 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇത് സോൾവ് ചെയ്യാൻ എളുപ്പമാണല്ലോ. ഈ വൈയുടെ ഈ വാല്യൂ എടുത്ത് ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് minus x plus 3x minus 4 is equal to 0 place 2x minus 4 is equal to 0 place 2x is equal to 4, therefore x is equal to 2, and substitute x is equal to 2 here, then y is equal to 6. 3 into 2 is equal to 6. X is equal to y is equal to 6. Therefore ഈ x y ലെ പോയിന്റ്സ് വരുന്നത് 2 6 ആണ്. ഒരെണ്ണേ ഉള്ളൂ. ഒരെണ്ണേ സോൾവിങ് കിട്ടുന്നുള്ളൂ. Therefore 2 6 is the only critical point. Okay. 2 6 is the only critical point. ഇനി ചോദ്യം നമ്മുടെ പാർഷ്യൽ ഡെറിവേറ്റീവ് സെക്കൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ് ടെസ്റ്റ് വെച്ചുകൊണ്ടാകും. 2 6 എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ പോയിന്റ് ആണെന്ന് മനസ്സിലായി. ഇത് ഏത് തരം ക്രിട്ടിക്കൽ പോയിന്റ് ആണ്? അതായത് മിനിമം കിട്ടുന്നതാണോ മാക്സിമം കിട്ടുന്നതാണോ സാഡിൽ പോയിന്റ് ആണോ എന്നുള്ളത് മനസ്സിലാക്കാം. അതിന് നമുക്ക് ഡി കണ്ടുപിടിക്കണം. ഡി ഫൈൻഡ് ചെയ്യാനുള്ള മാർഗം നമ്മൾ കണ്ടതാണ്. എഫ് എക്സ് എക്സ് അറ്റ് എക്സ് വൈ വേണം. ഇവിടുത്തെ എക്സ് വൈ 2 6 ആണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ എഫ് വൈ വൈ അറ്റ് എക്സ് വൈ വേണം. എക്സ് വൈ 2 6 എക്സ് നോട്ട് വൈ നോട്ട് മൈനസ് എഫ് എക്സ് വൈ സ്ക്വയർ അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ആണ് നമുക്ക് ചെയ്യാൻ നോക്കുന്നത്. അറ്റ് 2 6 ഓരോന്നും ചെയ്യണം. അതിന് മുമ്പ് നമുക്ക് എഫ് എക്സ് എക്സ് എഫ് വൈ വൈ കാണാം. നൗ എഫ് എക്സ് എക്സ് അറ്റ് എക്സ് വൈ ഈസ് എക്സ് എക്സ്. ഇനി എഫ് എക്സ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എളുപ്പമുണ്ട്. എഫ് എക്സ് നമുക്ക് കിട്ടിയത് 6x മൈനസ് 2y. എഫ് എക്സ് ഇസ് ഈക്വൽ ടു 6x മൈനസ് 2y. അപ്പം fxx means dou by dou x of fx. Then it is 6. Finally, what is fyy at xy? Appo yy means dou by dou y of fy. What is fy? Here fy is minus 2x plus 2y minus 8. x plus 2y minus 8. Therefore, ഇതിനെ with respect to y ചെയ്യുമ്പോൾ ഇത് 0 ആയി പോകും, ഇവിടെ 0 ആയി പോകും. Therefore, it is 2. Then ഇനി ഒരെണ്ണോടെ വേണം. fxy at xy. എന്താണ്? fxy is fxy. ഇങ്ങനെയാണ്. That is ആദ്യം fx എടുക്കണം. അപ്പോൾ dou f by dou x നെ dou by dou y ചെയ്യണം. Dou square f by dou y dou x. What is dou f by dou x? That is 6x minus 2y. So it is dou by dou y of 6x minus 2y. ഇവിടെ തിരിച്ച് dou by dou x of fy ചെയ്താലും കുഴപ്പം വരില്ല. കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. dou by dou y of 6x minus 2y വരുമ്പോൾ 6x ഡെറിവേറ്റീവ് 0 ആയി പോകും. മൈനസ് 2 യുടെ മൈനസ് 2 വരും. ഈ 3 വാല്യൂസ് ആണ്. Therefore, what is d? വേറെ ആരോട് മനസ്സിലാക്കണം. അറ്റ് ദ പോയിന്റ് 2 6 ആണ് നമുക്ക് വേണ്ടുന്നത്. പക്ഷേ ഇവിടെ 2 6 ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എഫ് എക്സ് എക്സിലോ എഫ് വൈ വൈയിലോ എഫ് എക്സ് വൈയിലോ നമുക്ക് എക്സ് വൈ വേരിയബിൾ കിട്ടിയിട്ടില്ല, കോൺസ്റ്റന്റ് ആണ്. എന്നാലും നമുക്ക് ആലോചിക്കേണ്ടത് 2 6 മനസ്സിലാക്കുക. ഓക്കെ. At the point 2 6, what is d?
the point ordered where 2, 6, we have D is equal to fxx at 2, 6 into fyy at 2, 6 minus fxy square at 2, 6 is equal to fxx at 2, 6. ഏതായാലും അപ്പോൾ 2, 6 ഉദ്ദേശിക്കുന്നത് ഇവിടെ വരുമ്പോൾ എക്സിന് 2ഉം വൈക്ക് 6 കൊടുക്കണം. പക്ഷേ ഇത് കോൺസ്റ്റന്റ് ആണ് കിട്ടിയത് 6 ആണ്. ദാറ്റ് ഈസ് 6 into what is fy by 2, 6. Fy constant ആണ് 2. So it is 2 minus fxy square 2, 6 പറയുമ്പോൾ fxy xy ഇവിടെ അങ്ങനെയൊന്നുമില്ല, അത് വേരിയബിൾ കിട്ടിയിട്ടില്ല, കോൺസ്റ്റന്റ് ആണ് -2. പിന്നെ -2 സ്ക്വയർ വരും, -2 സ്ക്വയർ ആണ് ഈക്വൽ ടു 12 -2 square is 4. -4 -2 square ആണ്. 12 -4 that is 8. It is greater than 0. D greater than 0 കിട്ടിയാൽ പോരാ, നമുക്ക് ഇവിടെ വേണ്ടുന്നത് ഈ 4 കേസുകൾ നോക്കാം. D greater than 0 കിട്ടിയോണ്ട് എയോ ബിയോ ആയിരിക്കും, അത് റിലേറ്റീവ് മിനിമവും മാക്സിമം കിട്ടും എന്നുള്ള ഉറപ്പാണ്. പക്ഷേ മാക്സിമം ആണോ മിനിമം ആണോ മനസ്സിലാക്കാൻ ഈ fxx-നകത്ത് വീണ്ടും 2, 6 സബ്സ്റ്റിറ്റ്യൂഷൻ വേണം. ആൻഡ് fxx at 2, 6 is fxx-ൽ എക്സിന് വൈക്ക് 2 എക്സിന് 2 എന്നും വൈക്ക് 6 എന്നും കൊടുക്കുന്നത്. പക്ഷേ fxx കോൺസ്റ്റന്റ് ആണ്, ദാറ്റ് ഈസ് 6. 2, 6-ൽ നല്ല ഒന്നിലും വ്യത്യാസം വരുന്നില്ല. It is greater than, also greater than 0. So first case. So f has a relative minimum at 6. Function f. So f has a relative minimum. First case. നമ്മൾ കണ്ട first case. Second partial test. Minimum at ordered where 2, 6 by part A of the second partial test. Okay. എന്താണ് ആ റിലേറ്റീവ് മിനിമം വന്നതെന്നുള്ളത് 3D ഫിഗർ നമ്മൾ കണ്ടാൽ തന്നിരിക്കുന്ന f of xy, that is given f of xy 3x square minus 2xy plus y square minus 8y യുടെ ഫിഗർ എന്താണെന്ന് വെച്ചാൽ it is the figure. അപ്പോൾ കാണാം നമുക്ക് അവിടെ 2, x is 2 and y is 6. 2 ഇങ്ങോട്ട് വരിക, 6 ഇവിടെ നിന്ന് വന്നിട്ട് ഇവിടെ മീറ്റ് ചെയ്യും. അപ്പോൾ xy പ്ലെയിനിൽ ഇവിടെ 2, 6 എന്ന് പറഞ്ഞൊരു പോയിന്റ് സെൻട്രൽ കാണും. ആ 2, 6-ലാണ് അവിടെ റിലേറ്റീവ് മിനിമം വന്നിരിക്കുന്നത് മനസ്സിലാവും. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ 3D ഫിഗർ. ഓക്കെ, ദെൻ പ്രോബ്ലം, സെക്കൻഡ് പ്രോബ്ലം, മറ്റൊരു പ്രോബ്ലം നോക്കാം. ലൊക്കേറ്റ് ഓൾ റിലേറ്റീവ് എക്സ്ട്രീമ ആൻഡ് സാഡിൽ പോയിന്റ്സ് ഓഫ് f of xy is equal to 4xy minus x raised to 4 minus y raised to 4. Okay, ഇതുപോലെ ചെയ്യണം. What is fx at xy? What is fy at xy? Fx at xy is, with respect to x, 4y is constant, 4y into 1 minus x raised to 4 derivative 4x cube minus y raised to 4 into 0. Fy വരുമ്പോൾ 4x constant and 4x into y derivative 1 minus x raised to 4 into 0 minus y raised to 4 into 4y cube. For the critical points, ഈ fx at xy ഇത് രണ്ടും 0 equate ചെയ്യാം. fx at xy is equal to 0 and fy at xy is equal to 0. Both implies 4y minus 4x cube equal to 0 and 4x minus 4y cube equal to 0. Which implies y is equal to x cube. 4 divide ചെയ്ത് simplify ചെയ്യും. And രണ്ടാമത്തത് x is equal to y cube എന്ന്. അപ്പോൾ ഇവിടെ അത് തമ്മിൽ സിംപ്ലിഫൈ ചെയ്യണം, എക്സ് വൈ കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണോട് തടത്തിലിട്ട് കൊടുക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് y is equal to x cube in this, x is equal to y cube. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുമ്പോൾ y is
is equal to x cube. X is equal to x cube raised to 3. That is cube, the whole cube is x raised to 9. X raised to 9 minus x is equal to 0. That implies x into x raised to 8 minus 1 equal to 0. That implies x is 0. X raised to 8 minus 1 is equal to 0. ഏതൊക്കെ real values? X raised to 8 minus 1 is equal to 0 എന്ന് പറഞ്ഞാൽ x raised to 8 is equal to 1. X raised to 8 is equal to 1 ആകുന്ന രണ്ട് വാല്യൂസ് റിയൽ ഉള്ളൂ, 1 മൈനസ് 1. ബാക്കിയെല്ലാം കോംപ്ലക്സ് വാല്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ 3 x വാല്യൂസ് കിട്ടി. അപ്പോൾ കറസ്പോണ്ടിങ് y വാല്യൂസ് കിട്ടണമെങ്കിൽ ഇവിടെ കൊടുത്താൽ മതി. നമ്പേഴ്സ് കൊടുത്താൽ let it be 1 and it will be 2. Substituting these values in 1. We get y is equal to 0. When x is equal to 1, it is 1. When x is equal to minus 1, it is minus 1. Okay. Thus the critical points of f are 3 points. When x is equal to 0, y is equal to 0. Therefore, ordered where 0, 0. When x is equal to 1, y is equal to 1. Therefore, ordered where 1, 1. When x is equal to minus 1, then y is equal to minus 1. Therefore, ordered where minus 1, minus 1. These three are the critical points. And for finding d കണ്ടുപിടിക്കുന്നത് 0, 0 കണ്ടുപിടിക്കണം, 1, 1 കണ്ടുപിടിക്കണം, minus 1, minus 1 കണ്ടുപിടിക്കണം. 3 ഡികൾ നമുക്ക് ആവശ്യമുണ്ട്. അങ്ങനെ എഴുതുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഒരു ടേബിൾ വരച്ച് ചെയ്യാൻ പറ്റും. ആ ടേബിളിൽ ക്രിട്ടിക്കൽ പോയിന്റ്സ് എഴുതാനൊരു കോളം, ക്രിട്ടിക്കൽ പോയിന്റ് x0, y0 എത്രണ്ണം കിട്ടും? ഇവിടെ 3 എണ്ണം ഉണ്ട്. 0, 0, 1, 1 ആൻഡ് മൈനസ് 1, മൈനസ് 1. ശേഷം നമുക്ക് ഡി കണ്ടുപിടിക്കാൻ വേണ്ടി എന്തൊക്കെ ആവശ്യമാണ് അതെല്ലാം എഴുതാം. ഇവിടെ 3 കമ്പോണൻസ് ആണ് ഡിയിൽ കാണുന്നത്. ഒന്ന് എഫ് എക്സ് എക്സ് അറ്റ് x0, y0. ഓരോ x0, y0 3 x0, y0 ഉണ്ട് ഇവിടെ. രണ്ടാമത് നമുക്ക് വേണ്ടുന്ന ഒരു ഫാക്ടർ എഫ് വൈ വൈ x0 at x0, y0. പിന്നീട് വേണ്ടുന്നത് എഫ് എക്സ് വൈ അറ്റ് x0, y0. അതിന്റെ സ്ക്വയർ ആണ് വേണ്ടത്. എഫ് എക്സ് വൈ കണ്ടുപിടിച്ചതിന് ശേഷം then d കിട്ടണം. d is fxx at x0, y0. ചുരുക്കത്തിൽ fxx എഴുതാം fyy at x0, y0 minus fxy യുടെ സ്ക്വയർ. ഇത്രയും കാര്യങ്ങളാണ്. ഇത് ടേബിൾ ആക്കി ചെയ്താൽ ക്ലിയർ പിക്ചർ നമുക്ക് കിട്ടും. അപ്പൊ ഇവിടെ കുറച്ച് കാര്യങ്ങൾ fxx at x0, y0 എന്ന് പറയും. fxx എന്താണ്? What is fx? fxx at xy കണ്ടുപിടിക്കണം. അതിനകത്ത് പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. 0, 0. fxx at xy എന്ന് പറയുമ്പോൾ what is fx? What is fx? fx is ഇതിലോട്ട് നോക്കാം. fx at xy നമുക്ക് കിട്ടിയത് it is 4y minus 4x cube അല്ലേ? അതുപോലെ fy at xy ഉണ്ടായി. It is 4x minus 4. Okay. കിട്ടിയിട്ടുള്ള fxx at xy എന്ന് പറഞ്ഞാൽ fx with respect to x ന് വീണ്ടും ചെയ്യാം. then 4y 0 ആയിപ്പോൾ minus 4x cube എന്ന് പറയുമ്പോൾ minus 4 into 3x square വരും. x cube ഡെറിവേറ്റീവ് 3x square. That is minus 12x square. കാരണം അവിടെ x വന്നിട്ട് അവിടെ നേരത്തെ പ്രോബ്ലത്തിൽ എക്സോ വൈയോ വന്നില്ല, കോൺസ്റ്റന്റ് ആയിരുന്നു.
അതുപോലെ FYY at XY. ഇപ്പോൾ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു വൈക്ക് വീണ്ടും ചെയ്യാം. 4x0 ആയിപ്പോൾ -4y³ -4 into 3y². That is -12y². Then last one fxy at xy. ഇത് നേരത്തെ ഞാൻ പറഞ്ഞല്ലേ, ആദ്യം fx ആണ്. fxനെ വിത്ത് റെസ്പെക്ട് ഇതിനെ വീണ്ടും വിത്ത് റെസ്പെക്ട് വൈക്ക് ചെയ്യാം. ഇതിനെ എക്സിന് ചെയ്താലും കിട്ടും, അത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയതുകൊണ്ട്. അപ്പം fx at xy വൈക്ക് ചെയ്യാം നമുക്കിപ്പം. ഇതിന് വൈക്ക് 4. ഓക്കെ, ഇത് 0 ആയി 4. പിന്നെ നമുക്ക് ഇവിടേക്ക് പോയി fxx at x0 y0. x0 y0 0 0. fxx -12x². അപ്പോൾ x 0 മാത്രം കൊടുക്കാം. അപ്പോൾ ഇത് 0 ആകും. 12x² 0 ആകും. fyy at x0 y0. ഇവിടെ x0 y0 0 0 കൊടുക്കുമ്പോൾ y 0 ആവും. അപ്പോൾ ഇത് 0 ആവും. fxy at x0 y0 കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് എല്ലാത്തിനും 4 അവിടെ കിട്ടും. ഈ ഡിയിലേക്ക് വരുമ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. 0 into 0 0 minus fxy², that is 4 square. Square മറക്കരുത്. It is -16, which is less than 0. Okay, therefore it is a saddle point. Third condition 1 1 നോക്കുമ്പോൾ ഇനി fxx at 1 1 -12x² x 1. So -12. fyy at 1 1 ഇവിടെ y² 1 ആവും. -12. fxy എല്ലാറ്റിനും കോൺസ്റ്റന്റ് ആണ് 4. Then it is fxx into fyy, then multiply -12 into -12 144. Minus into minus plus ആണ്. Minus നേരത്തെ പറഞ്ഞ പോലെ 4 square 60. 144 minus 60, that is 128 is greater than 0. അവിടെ റിലേറ്റീവ് മാക്സിമവും മിനിമവും കിട്ടുന്നുണ്ട്. -1 -1 കൂടെ നോക്കാം. -1 -1 then x -1 ആണ്. fxx -12 തന്നെ -1² വരുന്നുണ്ട്. 1 ആയി പോകത്തുള്ളൂ. fyy at -1 -1 y-യുടെ കൂടെ -1 വരും. -1² 1 ആവും. It is -12. ഇവിടെ കോൺസ്റ്റന്റ് 4. അതുകൊണ്ട് ഇവിടെ മാറ്റമില്ല. 144 minus 4 square, that is 128 greater than 0. ഇവിടെ ഈ അവസാനത്തെ രണ്ട് കേസുകളിൽ റിലേറ്റീവ് മാക്സിമമോ മിനിമമോ ആകും. അങ്ങനെയാണെങ്കിൽ ഇത് ഓരോ നമുക്ക് നോക്കിയാൽ ഇത് സാഡിൽ, ഫസ്റ്റ് കേസ് സാഡിൽ പോയിന്റ് ആണ്. 0 0 there is a saddle point. 0 0 since d less than 0 there is a saddle point. Maximum minimum നമുക്ക് കിട്ടത്തില്ല. Okay, saddle point. പിന്നീട് വരുന്ന രണ്ട് കേസുകളിൽ മാക്സിമം മിനിമം ആലോചിക്കണം. അറ്റ് 1 1 d is greater than 0. Therefore നമ്മുടെ മനസ്സിൽ ആലോചിക്കുന്ന കാര്യം റിലേറ്റീവ് മാക്സിമം മിനിമം ആകാം. ആൻഡ് പിന്നെ നോക്കണ്ടേ, ടെസ്റ്റിൽ എന്താ നോക്കുന്നത്? അവിടെ നോക്കുന്നത് രണ്ടിടത്ത് fxx ആണ് at that point. Therefore fxx at 1 1. fxx at 1 1 നമ്മുടെ ടേബിളിലുണ്ട്. fxx at 1 1 is -12. That is, it is less than 0. Less than 0. Hence, a relative maxima occur at whatever 1 or at this point. It -1 -1 ആണെങ്കിലും അപ്പോഴും നമ്മൾ കണ്ടതാണ് d is ഇവിടെ കാണാം. d is greater than 0 and fxx ന് മാറ്റമില്ല. then less than, തൊട്ട് മുമ്പ് കണ്ട പോലെ less than 0 തന്നെയാണ് fxx. less than 0. Hence
ഇതേപോലെ വരും. റിലേറ്റീവ് മാക്സിമം occur at ordered where minus 1. രണ്ടുകൂടെ ഒരുമിച്ച് എഴുതാം. ordered where 1 1 and at ordered where minus 1 b greater than 0 and fxx less than 0. Therefore relative maxima occur രണ്ടുകൂടെ ആകുമ്പോൾ at these critical points. ഇവിടെ critical points സാഡിൽ പോയിന്റ് ഐഡന്റിഫൈ ചെയ്യാനേ പറഞ്ഞുള്ളൂ. ചിലടത്ത് മാക്സിമം വാല്യൂ കൂടെ ചോദിക്കുക. അപ്പോൾ ഈ എഫ് ഓഫ് എക്സ് വൈയിൽ ആ വാല്യൂസ് ഇട്ടുള്ളൂ. ഇപ്പം റിലേറ്റീവ് മാക്സിമം ആണ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ടു 1 1 -1 ഒരേ വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. റിലേറ്റീവ് മാക്സ് എന്തായാലും ഇവിടെ ടു 1 1 -1 റിലേറ്റീവ് മാക്സിമം കിട്ടുമെന്ന് പറഞ്ഞു അതിൻ്റെ ആ നെയ്ബർഹുഡ് വാല്യൂസ്. അപ്പോൾ ഇവിടെ വാല്യൂ മാക്സിമം വാല്യൂ എന്ന് ചോദിച്ചാൽ 1 1 ഇവിടെ കൊടുക്കുമ്പോൾ 1 1 റിലേറ്റീവ് മാക്സിമം കിട്ടും. -1 ഇവിടെ കൊടുക്കുമ്പോൾ -1 റിലേറ്റീവ് മാക്സിമം. ഓക്കെ, ഇവിടെ പക്ഷേ റിലേറ്റീവ് എക്സ്ട്രീമ ആൻഡ് സാഡിൽ പോയിന്റ്സ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് നമ്മൾ